അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ദൈവവചനം ശ്രദ്ധിക്കാനും ആ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സമയത്തിന്, അവസരത്തിന്, സാഹചര്യത്തിന്, ആയുസ്സിന്, ആരോഗ്യത്തിന് എല്ലാം നമുക്ക് നന്ദി പറയാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളാണ്. 7-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. എന്താ കണ്ടത്? ക്ലേശങ്ങൾ ഞാൻ കണ്ടു, അവരുടെ വേദന ഞാൻ കണ്ടു. ദൈവം തൻ്റെ മക്കളുടെ വേദനകൾ കാണുന്നവരാണ്. എൻ്റെ സങ്കടം ആര് കാണാനാ എന്ന് നിങ്ങൾ പറയാറില്ലേ? അല്ലെ, നമ്മൾ പറയാറില്ലേ? എൻ്റെ സങ്കടമൊക്കെ ആര് കാണാനാണ്? കാണേണ്ടവർ പോലും എൻ്റെ വിഷമം മനസ്സിലാകുന്നില്ല. കൂടെ നിൽക്കുന്നവർ പോലും കണ്ടിട്ടും കാണാത്ത പോലെയാണ് പോണത്. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുവാണ്, നിന്റെ ക്ലേശങ്ങൾ ഞാൻ കാണുന്നു. എൻ്റെ വേദന കാണുന്നൊരു ദൈവമുണ്ട്, എൻ്റെ മനോദുഃഖം കാണുന്നൊരു ദൈവമുണ്ട്. അടുത്ത വാക്യം ഇങ്ങനെയാണ്: കണ്ടു, മേൽനോട്ടക്കാരുടെ ക്രൂരത നിമിത്തം, കാരണം അവരിൽ നിന്ന് ഉയരുന്ന രോദനം ഞാൻ കേട്ടു. ആദ്യത്തെ വാക്ക് കണ്ടു, രണ്ടാമത്തെ വാക്ക് കേട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ മനസ്സിൽ നിന്ന് ആ മനസ്സിനകത്തുള്ള വേദന, അതാണ് രോദനം. അത് കണ്ടു എന്നുള്ളത് കേട്ടു. വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങളുടെ അവസ്ഥയെ കാണുന്നൊരു ദൈവമുണ്ട്, നിങ്ങളുടെ സങ്കടം, രോദനം കേൾക്കുന്നൊരു ദൈവമുണ്ട്. കണ്ടു, കേട്ടു. അടുത്ത വാക്യമാണ്, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. കണ്ടു, കേട്ടു, അറിയുന്നു. നമ്മൾ പറഞ്ഞില്ലേ, കണ്ടറിഞ്ഞ് കിട്ടിയ ഒരു സഹായമാണ്. കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറയാറില്ലേ? ദൈവം നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടു, കേട്ടു, അറിഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ 3 വാക്കുകൾ, ദൈവം എൻ്റെ കഷ്ടത കാണുന്നു, എൻ്റെ രോദനം കേൾക്കുന്നു, എൻ്റെ അവസ്ഥ അറിയുന്നു. ഞാൻ ഇന്ന് ഈ അവസ്ഥയിലാണെന്ന് എൻ്റെ വീട്ടിലുള്ളവർക്ക് പോലും അറിയത്തില്ല. എൻ്റെ മുഖം വാടിയിരിക്കുന്നത് അവരറിഞ്ഞിട്ട് പോലും ഇവരെ ചോദിച്ചിട്ടുമില്ല. എന്താ വിഷമമെന്ന്, എന്താ ഒരു ദുഃഖമെന്ന് അവർ ചോദിച്ചിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ ഇത്രയും വിഷമത്തിലായിരുന്നിട്ടും എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ചോദിച്ചു പോലും ഇല്ലല്ലോ, എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ എന്ന്. സ്വർഗത്തിലെ ദൈവം ആരാണ്? മുഖത്തെ ദുഃഖം മാത്രമല്ല, കണ്ടു കേട്ട് അറിഞ്ഞ് സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ടു, കേട്ടു, അറിഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യമാണ്, ഈ ജനത്തെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ മോശയെ അവിടെ എഴുന്നേൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സങ്കടങ്ങൾ കണ്ടു കേട്ട് അറിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ മോശയെപ്പോലെ നിയോഗ പ്രാർത്ഥന, അല്ല ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ ദൈവം നിങ്ങളുടെ വിടുതലിനു വേണ്ടി എഴുന്നേൽപ്പിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകാൻ എഴുന്നേൽപ്പിച്ചത്, അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. നിങ്ങൾ അറിയാനിടയായത്, ഇസ്രായേൽ ജനത്തിൻ്റെ വേദനയും വിഷമങ്ങളും അവസ്ഥയും മനസ്സിലാക്കിയ ദൈവം നേരിട്ടിറങ്ങിച്ചെന്ന് അവരെ വിടുവിക്കുകയല്ല, അവിടെ മോശ എന്ന വ്യക്തിയെ വിളിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കായി അവിടെ എഴുന്നേൽപ്പിച്ച് മുന്നിൽ നിർത്തി. ഈ വചനത്തിലൂടെ നിങ്ങൾ അറിയാതെയാണെപ്പോലും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ അറിയാതെയാണേലും ഒരു ആത്മധൈര്യം അനുഭവിക്കുന്നുണ്ട്, ഒരു മനോധൈര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ജീവിതം കുറച്ചുകൂടെ വെളിച്ചമുള്ളതായിട്ടുണ്ട്.
കുറച്ചുകൂടെ സന്തോഷത്തിലേക്ക് വരുന്നുണ്ട്. ഒരു പടി കൂടെ മാറ്റം ജീവിതത്തിൽ ദൈവം ഒരുക്കുന്നുണ്ട്. ഒരു അത്ഭുതം കാണുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു വിടുതൽ ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇത് ദൈവവചനത്തിൽ മാത്രം അടിസ്ഥാനമായി നിലകൊള്ളുന്ന ശുശ്രൂഷയാണ്.